السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك الذي يبشر الله عباده الذين آمنوا وعملوا الصالحات. قل لا أسألكم عليه أجرا إلا المودة في القربى ومن يقترف حسنة نزد له فيها حسنا إن الله غفور شكور. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا وحبيبنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. പ്രൗഢഗംഭീരമായ ഈ മഹത്തായ സദസ്സിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന അഭിയന്തരായ സയ്യിദ് സ്വാലിഹ് തങ്ങൾ ഐദ്രോസി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മഹാരഥന്മാരായ സയ്യിദുമാർ, അഭിയന്തരായ പണ്ഡിതന്മാർ, ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ വളരെ ഏറെ ബഹുമാന്യരായിട്ടുള്ള സദസ്സിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളും, സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ സദസ്സിനെ ആരുടെയൊക്കെ ഓർമ്മകളിലാണോ ഈ മഹത്തായ സദസ്സ് ഇവിടെ രൂപീകരിക്കുകയും ഇവിടെ പരിശുദ്ധമായ മൗലിദ് ഉൾപ്പെടെയുള്ളത് ചെയ്യുകയും ചെയ്തത്, ഈ സദസ്സിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുകയും ആ മഹത്തുക്കളോടൊപ്പം ചേരാൻ അല്ലാഹു ഈ സദസ്സിലിരുന്നതിൻ്റെ പുണ്യം കൊണ്ട് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വളരെ പ്രൗഢമായ സദസ്സ് എന്ന് ഞാൻ വെറുതെ പറയുകയല്ല. സാധാരണ കാണുന്നതിനേക്കാളും എത്രയോ ഏറെ വളരെ അച്ചടക്കത്തോടെയും വളരെ ഭക്തിസാന്ദ്രവുമായിരിക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എൻ്റെ പിന്നിൽ മഹാരഥന്മാരായ സയ്യിദുമാരും വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും ഇരിക്കുന്ന സദസ്സാണ്. ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരും, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്നത് എന്നെപ്പോലെ ഒരാളുടെ പ്രസംഗം കേൾക്കുന്നതിനേക്കാളും ഏറെ ഈ സദസ്സിൻ്റെ പുണ്യം കരഗതമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ഒരുമിച്ച് കൂടിയവരാണ്. മഹാരഥന്മാരായ സയ്യിദുമാരെ ഓർക്കാനും പറയാനും അതെല്ലാം ഒരു വലിയ പുണ്യമായി കരുതുന്നവരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ കുടുംബം ഇവിടെ എല്ലാവരും തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വച്ചത്, നബിയെ മറ്റൊന്നും പറയണ്ട, മറ്റൊന്നും ചോദിക്കണ്ട. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഒരു പ്രതിഫലവും ഈ 23 കൊല്ലത്തെ പ്രബോധനത്തിന്റെ തിക്താനുഭവങ്ങളിൽ നിന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളോട്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഒറ്റ കാര്യമാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനെല്ലാ അർത്ഥവ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകുടുംബമാണ്.
ആ കുടുംബത്തെ ഇഷ്ടപ്പെടുകയും ആ കുടുംബത്തോട് ചേർന്നു നിൽക്കുകയും ചെയ്യുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 23 കൊല്ലത്തെ പ്രബോധനത്തിൻ്റെ ഈ ഉമ്മത്തിനോടുള്ള ഒരൊറ്റ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാനാവും. അതിതാണ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുടുംബത്തെ, പരിശുദ്ധ റസൂലിൻ്റെ കുടുംബത്തെ അങ്ങ് സ്നേഹിക്കലാണ്. അതിന് യാതൊരു ഉപാധിയും വച്ചിട്ടില്ലെന്നാണ് ഇവിടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂലിൻ്റെ കുടുംബത്തെ സ്നേഹിച്ചാൽ മുഹമ്മദ് മുസ്തഫയുടെ പരിശുദ്ധ കുടുംബത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളെങ്ങാനും എന്നെ റാഫിലി എന്ന രീതിയിൽ വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാവരും ഒരുമിച്ച് സാക്ഷി നിന്നോട്ടെ, ഞാൻ റാഫിലിയാണ് എന്ന് പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും വലിയ മുബ്തദിയ കുടുംബത്തിൽ പെടുന്നു എന്ന് പറയുന്ന വിധമാണ്. റാഫിലാണ് എന്ന് ഞാൻ പറയുന്നു എന്നാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇൻകാന ഹുബ്ബ ആലി മുഹമ്മദ് ഇൻകാന റഫ്ലൻ ഹുബ്ബു ആലി മുഹമ്മദിൻ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ കുടുംബത്തെ സ്നേഹിച്ചാൽ അതിൻ്റെ പേരിൽ എന്നെ റാഫിൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ഫൽയശ്ഹദിസ് സഖലാൻ, രണ്ടുപേരും, അതായത് മനുഷ്യകുലവും ജിന്ന് വിഭാഗവും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പറയട്ടെ, സാക്ഷി നിന്നോട്ടെ, അന്നി റാഫിലി, ഞാൻ റാഫിലിയ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം അപവാദങ്ങൾക്കും അപ്പുറത്തു നിൽക്കാൻ മാത്രം ഈ കുടുംബത്തെ സ്നേഹിക്കുക എന്നത് പ്രധാനമാണ്. ഏത് അപവാദവും വന്നോട്ടെ, ഈ കുടുംബത്തെ സ്നേഹിക്കണം. കാരണം ആ കുടുംബത്തിന്റെ പ്രത്യേകത അതാണ്. ആ കുടുംബം അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകുടുംബം എന്ന നിലയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ കുടുംബത്തെ നമ്മൾ അറിയുകയും ഈ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഉലമാ, മഹാരഥന്മാരായ പണ്ഡിതന്മാരെല്ലാവരും ഈ പരിശുദ്ധ കുടുംബത്തെ സ്നേഹിക്കുകയും അവരുടെ ഇഷ്ടവും അവരുടെ ജീവിതവും അങ്ങനെ സ്നേഹത്തോടെ കാണാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്തത്. അവരുടെ ഒരു വലിയ പ്രത്യേകത തന്നെ അതാണ്. പ്രത്യേകിച്ച് ഹളറമി സാദാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചരിത്രകാരന്മാരെല്ലാവരും പറയുന്ന ഒന്നുണ്ട്. ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് ഹളറമി സാദാത്തുക്കൾ വന്നു. ഇവിടെ ബഹുമാന്യനായ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഹളറുൽ മൗത്ത്, ഹളറ മൗത്ത്, നമ്മൾ സാധാരണ ഇറാബ് പറയുമ്പോൾ ഹളറ മൗത്ത എന്ന് പറയാറുണ്ട്. അതായത് രണ്ടും മുറക്കബാണ്, ഫതഹത്തിന്റെ മേലും അഭിനയാണ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് പോരുമ്പോൾ, അതായത് യമനിലെ ഹളർമൗത്തിലെ തരീമിൽ നിന്ന് ഈ രാജ്യത്തേക്ക്, നമ്മുടെ നാട്ടിലേക്ക് പോരുമ്പോൾ, ഈ നാട്ടിലേക്ക് വരുന്ന മലേഷ്യയിലേക്ക്, അതുപോലെ ഇന്ത്യയുടെ വിവിധ ദേശങ്ങളിലേക്കും ഒക്കെ അവർ പടർന്നു പന്തലിച്ചവരാണ്. ആ മഹത്തുക്കളെ കുറിച്ച് പറയുമ്പോൾ ചരിത്രകാരന്മാർ മഹാനായ അബ്ദുല്ലാഹി അൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ട് പറയുന്നുണ്ട്, എന്തൊരു സൗമ്യതയാണ്, എന്തൊരു വശ്യതയാണ്. ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ചരിത്രകാരൻ ഇങ്ങനെ പറയുന്നു, മഹാനായ ഷെയ്ഖ് ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത പറയുമ്പോൾ പറഞ്ഞു, ഇൻ ഹദ്ദാദ്സ് അപ്രോച്ച്, അദ്ദേഹത്തിന്റെ സമീപനത്തിൽ the first thing was that he gave prominence to human values. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്നത് മാനവികതയുടെ മൂല്യങ്ങൾ അദ്ദേഹം അതുപോലെ തന്നെ സ്വീകരിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ആൻഡ് സെക്കൻഡ്ലി ഹി പ്രൊപ്പഗേറ്റഡ് എ സിമ്പിൾ ഇസ്ലാം, വളരെ ലളിതമായി ഇസ്ലാമിനെ ആളുകൾക്ക് പ്രബോധനം ചെയ്തു എന്നതാണ്. ഞാൻ ഈ കുടുംബത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രം ഓർക്കുമ്പോൾ ഈ ചരിത്രകാരന്റെ ഈ വാക്കുകൾ അതേപോലെ തന്നെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ വരാൻ, ഹി പ്രൊപ്പഗേറ്റഡ് എ സിമ്പിൾ ഇസ്ലാം, നോട്ട് എ വെരി കോംപ്ലിക്കേറ്റഡ് ഇസ്ലാം. സങ്കീർണമായ അർത്ഥത്തിലുള്ള ഇസ്ലാമിനെ അല്ല, വളരെ ലളിതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. It was easier for people to understand that form of Islam and Sufism. ഇസ്ലാമിന്റെ ആ പരിശുദ്ധമായിട്ടുള്ള അതിൻ്റെ രീതിയെ, അതോടൊപ്പം തന്നെ തസൗഫിനെ വ്യക്തമായി പഠിപ്പിക്കാൻ സാധ്യമാകുന്ന ഏറ്റവും ലളിതമായ മാർഗം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുത്തെ പ്രബോധകരെ ചൂണ്ടിയിട്ടാണ് പുണ്യനബി പറഞ്ഞത്, ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു.
നിങ്ങൾ ആളുകൾക്ക് സന്തോഷം കൊടുക്കണം. എന്തുകൊണ്ടെന്നാൽ എന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിശ്ചയിച്ചതും എന്നെ പേരിട്ടതും മുബശ്ശിർ എന്നാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഖുർആൻ. നബിയെ അങ്ങേ അല്ലാഹു അയച്ചത് മുബശ്ശിറൻ, ആളുകൾക്കൊക്കെ സന്തോഷം പകരാനാണ്. എല്ലാവരോടും സൗമ്യമായി മാത്രം പെരുമാറിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബശ്ശിറാൻ. അതുകൊണ്ടാണ് അവിടുത്തെ പ്രബോധക സമൂഹത്തോട് പുണ്യനബി പറഞ്ഞു, ബശ്ശിറു വലാ തുനഫിറു. ആളുകളെ ഓടിക്കാനല്ല, ആളുകളെ ചേർത്തു പിടിക്കാനാണ്. ചേർത്തു പിടിക്കാനാണ്. ഇവിടെ അഭിവന്ദരായ മഹാനായ പൂക്കോയത്തങ്ങളല്ല ഇദ്രൂസി റഹ്മഹുല്ലാഹ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരെ ഓർക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയായി നമ്മൾ കാണുന്നത് ആളുകളെ ചേർത്തു പിടിച്ചു. അവരെ പ്രിയപ്പെട്ട മകൻ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. നാനാജാതി വിഭാഗങ്ങൾക്ക് ഈ അവരുടെ വീടകങ്ങളിലേക്ക് ചെല്ലാൻ, അവരുടെ ആശ്വാസം പകരാനൊക്കെ സാധ്യമാകുന്ന വിധം എല്ലാ സങ്കടങ്ങളുടെയും എല്ലാത്തരം കഥനങ്ങളുടെയും ഭാരം ഇറക്കി വെക്കാൻ ഈ കുടുംബം അതിനായി തയ്യാറായി നിൽക്കുന്നു. അതാണ് ബശ്ശിറു വലാ തുനഫിറു. യസ്സിറു, എളുപ്പാക്ക്. ഈ ദീനിനെ എളുപ്പമാക്കി പറഞ്ഞു കൊടുക്കൂ. വലാ തുഅസ്സിറു, നിങ്ങൾ അതിനെ സങ്കീർണമാക്കി പറയാൻ പാടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഈ മഹാരഥന്മാരായ ഈ സാദാത്തുക്കൾ എമ്പാടും ചെയ്തതെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ഹളറമി സാദാത്തുക്കളുടെ പ്രത്യേകതയായി അവരുടെ ഒരു ഉപ്പാപ്പയെ തന്നെ ഈ മഹാനായ ചരിത്രകാരൻ കൊണ്ടുവന്നിട്ട് പറയാണ്, ആ ഉപ്പാപ്പയുടെ പ്രത്യേകത തന്നെ അതായിരുന്നു. വളരെ ലളിതമായി ആളുകൾക്ക് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന്റെ തസൗഫ്, അദ്ദേഹത്തിന്റെ റാത്തീബാണ് ഹദ്ദാദ്. അതിലെല്ലാം ഉള്ളടങ്ങുന്ന അതിൻ്റെ ഒരു അയജ്ഞ ലളിതമായിട്ടുള്ള ഒരു പരിശുദ്ധമായ ഒരു രീതിയെ, ഒരു ശൈലിയെ ഈ മഹാരഥന്മാരായ സാദാത്തുക്കൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവരുടെ കുടുംബത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുമ്പോൾ ഫറസ്ദക്ക് ഇങ്ങനെയാണ് പാടിയത്. ഈ കുടുംബത്തിന്റെ പ്രത്യേകത, ഹദല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. ഇബ്നു ഹിശാം പ്രഗൽഭനായ ചക്രവർത്തിയുടെ സഹോദരൻ, അമവിയ ഭരണ സംവിധാനത്തിന്റെ വലിയ പ്രഗൽഭനായ ചക്രവർത്തിയുടെ സഹോദരൻ, പരിശുദ്ധ കഅബത്തു ശരീഫയുടെ തവാഫ് ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പരിപാലക സംഘം മുഴുക്കെ വല്ലാതെ പാടുപെട്ടിട്ട് അദ്ദേഹത്തെ വളരെ സുഖകരമായി ആ തവാഫ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോകുമ്പോൾ ക്ഷീണിതനായി വന്നിരിക്കുകയാണ് ഇബ്നു ഹിശാം. അപ്പോഴാണ് ഇബ്നു ഹിശാം നോക്കുമ്പോൾ ചന്ദ്രശോഭ കടം കൊണ്ട പോലെ ഒരു മഹാനായ ഒരു ചെറുപ്പക്കാരൻ പരിശുദ്ധ ബൈത്തിനെ ഇങ്ങനെ തവാഫ് ചെയ്ത് പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വകഞ്ഞു മാറി 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 നിൽക്കുന്ന കാഴ്ച അദ്ദേഹം കണ്ടത്. അപ്പോഴാണ് ഇബ്നു ഹിശാം ചോദിച്ചത്, മൻ, ആരായാണ്? ആ ചോദ്യത്തിനാണ് ഫറസ്ദഖ് മറുപടി പറഞ്ഞത്, ഹുവല്ലദീ തഅരിഫുൽ ബത്ഹാഉ വതഅതഹു. ഈ പരിശുദ്ധമായ മക്കയിലെ മണൽക്കാട്ടിൽ ഈ മനുഷ്യന്റെ പാദാരവിന്ദം ഒന്ന് വച്ചാൽ ആ മണൽത്തരികൾ ഓരോന്നും ആ മഹാനുഭാവനെ തിരിച്ചറിയും. വൽ ബൈതു യഅരിഫുഹു വൽ ഹില്ലു വൽ ഹറമു. പരിശുദ്ധ കഅബയെ അറിയും, പരിശുദ്ധ മസ്ജിദുൽ ഹറം അറിയും, ഹറമു മുഴുക്കെ അറിയും, ഹില്ലും അറിയും. എന്തുകൊണ്ടെന്നാൽ ഇത് മുഹമ്മദ് മുസ്തഫയുടെ പരിശുദ്ധമായ രക്തത്തിൽ പിറന്ന സൂനമാണ്. മഹാനായ സൈനുൽ ആബിദീൻ എന്ന പേരിലുള്ള സയ്യിദുനാ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു, സയ്യിദുനാ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹും, അലി റളിയല്ലാഹു അൻഹുവിന്റെ
ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദുനാ ഹുസൈൻ, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അവരെയാണ് സൈനുൽ ആബിദീൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവരെ കുറിച്ചാണ് ഹുവ ഇബ്നു ഖൈരി ഖൽഖില്ലാഹി കുല്ലിഹിമി ഹുവൻ നഖിയ്യുത് തഖിയ്യുൽ ആലിമുൽ അലം. ഇവർ വിശുദ്ധനാണ്, ഇവർ തഖിയ്യ്, ഇവരെല്ലാ അർത്ഥത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിക്കുന്ന സൂക്ഷ്മശാലിയായ ഒരു ജീവിതം നയിക്കുന്ന മഹാനാണ്. ഹുവൽ ആലിം, വലിയ പണ്ഡിതനാണ്. അൽ അലം, ഈ സമൂഹത്തിന്റെ ഈ ഉമ്മത്തിന്റെ നേതൃചിഹ്നമാണ്. ഈ ഉമ്മത്തിന്റെ നേതൃചിഹ്നം അതാണ് പ്രധാനം. എന്നിട്ട് പറയാണ് ഈ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദിനെ പറയേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ ലാ എന്ന് പറയില്ലായിരുന്നു. ما قال لا قط إلا في تشهده لولا التشهد كان لامه نعم لولا التشهد كان لامه نعم. എങ്ങാനും ഈ തശഹുദ് ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് കവി പറയുന്നത്, തശഹുദ് പറയേണ്ടി വരില്ലായിരുന്നുവെങ്കിൽ കാന ലാമുഹു നഅം, അദ്ദേഹത്തിന്റെ ലാമു തന്നെ നഅം എന്നാകുമായിരുന്നു. അതാണ് സാദാത്തിന്റെ പ്രത്യേകത. അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരാരാണെന്ന് നോക്കാതെ എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനു വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ലാ എന്ന് പറയൂല എന്നർത്ഥം. ലാ എന്ന് പറയൂല. അതാണ് ലൗല തശഹുദു. ഈ തശഹുദ് ഇല്ലായിരുന്നുവെങ്കിൽ കാന ലാമുഹു നഅം, അദ്ദേഹത്തിന്റെ തന്നെ ലാം ലാ എന്ന് പറയുന്ന ഒരു രീതിയില്ലാതെ നഅം എന്ന് മാത്രം പറയുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുമായിരുന്നു എന്നാണ് മഹാനായ ഈ കവി, മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്. അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെയായിരുന്നു. കവി പിന്നെ പറഞ്ഞതും ഇങ്ങനെ തന്നെ, ഹമ്മാലു അസ്ഖാലി അഖ്വാം, മനുഷ്യന്റെ സങ്കടങ്ങളെ ചേർത്ത് പിടിച്ച മനുഷ്യർ, ആളുകളുടെ സങ്കടങ്ങളെ ചേർത്ത് പിടിച്ച മനുഷ്യർ. ഇവിടെ ഇതാ മഹാന്മാരായ സയ്യിദുമാരിയ്ക്കുന്നു. കുറച്ചു മുമ്പ് ഉദ്ഘാടനം ചെയ്തു പോയ മഹാനായ സയ്യിദ് നാസർ അൽ ഹയ്യിസ് പാണക്കാട്ടെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. പാണക്കാട് കുടുംബത്തിന്റെയും പ്രത്യേകതയും അത് തന്നെയാണ്. എല്ലാവർക്കും വേണ്ടി മലർക്കെ തുറന്നു വച്ചിരിക്കുന്ന കുറെ മനുഷ്യർ, എല്ലാവർക്കും വേണ്ടി ജീവിതത്തെ പകുത്തു കൊടുത്ത മനുഷ്യർ. ഹമ്മാലു അസ്ഖാലി അഖ്വാം, അതാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് മഹാനായ പുക്കോയത്തങ്ങളുടെ അങ്ങനെ ആ പരിശുദ്ധമായ ആ ജീവിതത്തിന്റെ പരമ്പര പോയി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഇദ്രോസി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കേരളത്തിൽ വന്ന മഹാനവറുകളുടെ പരമ്പരയിലെ 6ാമത്തെ തലമുറയിൽ ആണ് മഹാനവറുകൾ ഉള്ളത്. ഒമ്പതാമത്തെ തലമുറയിലാണ് അബ്ദുറഹ്മാൻ അൽ ഇദ്രോസി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഹദറുൽ മൗത്തിൽ നിന്ന് വന്ന മഹാരഥന്മാരായ സാദാത്യങ്ങളുടെ ഒരു വലിയ നിരയുണ്ട് നമുക്ക്. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു നൽകിയ വല്ലാത്തൊരു അനുഗ്രഹമാണത്. ഇവിടെ അഭിയന്തരായ തങ്ങൾ സൂചിപ്പിച്ച പോലെ ഹൈദ്രോസ് കബീല, ശിഹാബുദ്ദീൻ കബീല, ജിഫ്രി കബീല, ബാ ഫഖീഹ് കബീല, അതാണ് ബാ ഫഖീഹ്, ബാ അലവി, ജമലുൽ ലൈലി, ഐദീദ്, പിന്നെ മഷ്ഹൂർ, ഹദ്ദാദ്, സഖാഫ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കബീലകൾ. ബാഫഖി, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ജീവിതത്തോട് ആ മനുഷ്യൻ ചെയ്തു തീർത്തിട്ടുള്ള നന്മകളെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ നമ്മൾ ഇന്ന് എന്തൊക്കെയായോ, നമ്മൾ ഇന്ന് നടന്നു പോകുന്ന ഈ വഴിയിലെ എല്ലാത്തരം സമാധാനത്തിന്റെയും സ്വാസ്ഥ്യത്തിന്റെയും പേരിൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന വലിയ മനുഷ്യന്റെ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. ബാഫഖി, ശിഹാബുദ്ദീൻ പാണക്കാട്ടെ കബീലയാണ്. ശിഹാബുദ്ദീൻ, ബാലവി കബീലയുടെ ഓരോ ചില്ലകൾ ഇങ്ങനെ ചേർന്നു പോകുന്ന ഓരോ ചില്ലകളിലും ഇങ്ങനെ ഈ ഹദർ മൗത്തിൽ നിന്ന് വന്ന മഹാന്മാരായ ഹദറമീ സാദാത്യങ്ങളുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കും.
മഷ്ഹൂർ, ഐദീദ്, സഖാഫ്, എല്ലാ കുടുംബങ്ങളിലും ഇതുണ്ട്. ഏകദേശം 160ഓളം വരുന്ന വലിയ ഹദർമൗത്തിലെ സാദാത്ത് കുടുംബങ്ങളിൽ നിന്ന് അവിടെയൊക്കെ ഉള്ള പല സമയത്തെ രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ അങ്ങനെ മലേഷ്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലേക്കും പ്രത്യേകിച്ചും കേരളത്തിലേക്കും ഈ മഹാന്മാരായ സാദാത്തുക്കൾ വന്നത്. അവർ ആത്മീയ നേതൃത്വം ഏറ്റെടുത്തു. മഹാന്മാരായ മഖ്ദൂമിങ്ങൾ പണ്ഡിത നേതൃത്വവും ഏറ്റെടുത്തു. ആത്മീയ നേതൃത്വം ഈ സാദാത്യങ്ങളോടൊപ്പം വന്നു. പൊന്നാനിയിൽ പ്രത്യേകിച്ചും മഹാനായ അബ്ദുറഹ്മാൻ അൽ ഇദ്രോസി റഹ്മഹുല്ലാ തങ്ങൾ 1687 അവര് ഈ യമനിലെ തരീമിൽ അവര് ജനിക്കുന്നത്. വളരെ ബാല്യകാലത്തു തന്നെ ഏകദേശം 1703 മഹാനവറുകൾ കേരളത്തിൽ വന്നു. കോഴിക്കോട്ട് കപ്പലിറങ്ങി. അവിടെ വന്ന് മഹാനായ സയ്യിദ് ഖുതുബ് ജമാലുദ്ദീൻ മുഹമ്മദ് വഹഫി എന്ന് പറയുന്ന വലിയ ആരിഫ്, വലിയ ഖുതുബായ വലിയ സീരി കോയ തങ്ങളുടെ അടുക്കൽ വന്ന് അവിടുത്തെ തസൗഫുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളുമായുള്ള ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തിയത് അവിടുത്തെ ബാല്യകാലത്താണ്. അവിടുന്ന് പിന്നെ വന്ന് പൊന്നാനി ഇസ്ലാമിക മതപാഠശാല എന്ന നിലയിൽ ലോകമാകെ അറിയപ്പെടുന്ന ലോകത്തിന്റെ വൈജ്ഞാനിക മഹാനഗരിയായിരുന്നു അന്ന് പൊന്നാനി. മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, അവരുടെ പുത്രൻ അൽ-അല്ലാമ അബ്ദുൽ അസീസ്, അവരുടെ പുത്രൻ സൈനുദ്ദീൻ മഖ്ദൂം അസ്സാനി അൽ-മഅബരി ഖദ്ദസല്ലാഹു അസ്റാറഹും, എല്ലാവരും ഖാദിരിയ തുരീഖത്തിന്റെ മഹാരഥന്മാരായ മശായിഖുമാർ. ഖാദിരിയ തുരീഖത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രചാരങ്ങൾ നടക്കുന്ന കാലത്ത് അതിൻ്റെ ആ തുരീഖത്തിന്റെ പ്രചാരകരായിരിക്കുകയും അതോടൊപ്പം തന്നെ പാണ്ഡിത്യത്തിന്റെ കുലപതികളായി ജീവിക്കുകയും ചെയ്ത മഹാപണ്ഡിതന്മാർ. ശരിക്കു പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ വൈജ്ഞാനികമായ നേതൃത്വം മഖ്ദൂമിങ്ങളുടെ കൂടെ, ഒരു കാലഘട്ടത്തിന്റെ ആത്മീയ നേതൃത്വം മഹാന്മാരായ ഇദ്രോസി, മഹാന്മാരായ സാദാത്തുക്കളുടെ കൂടെ. ഒരു ഭാഗത്ത് ആത്മീയമായിട്ടുള്ള അതിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തു പിടിക്കുന്ന ഒരു വല്ലാത്ത മനോഹാരിതയും വലിയൊരു വശ്യതയും ഇദ്രോസി ഖബീലയുടെ കൂടെ നിൽക്കുന്നു. അവിടെ മഹാനായ അബ്ദുറഹ്മാൻ അൽ ഇദ്രോസി, ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ, രാജകുടുംബം, കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് ചാവക്കാട്ടെ പ്രമാണി കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെ പിന്നെ തുടർന്നു പോരുന്ന പരമ്പരകളിലെല്ലാം തന്നെ വലിയ അർത്ഥത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ആ കാലഘട്ടത്തിന്റെ സാമൂഹിക ജീവിതത്തെ ചേർത്ത് പിടിക്കുന്ന വലിയ മനുഷ്യന്മാർ ഈ കുടുംബത്തിൽ പിറക്കുന്നു. ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറൽ അസീസ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നാടിന്റെ ഏറ്റവും വലിയ അതിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിച്ച മഹാനാണ് ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറൽ അസീസ്. 1900 നമ്മൾ ഇന്നിങ്ങനെ വളരെ പ്രൗഢിയോടെയും അഭിമാനത്തോടെയും കാണുന്ന മഅൂനത്തുൽ ഇസ്ലാം സഭ എന്ന് പറയുന്ന പൊന്നാനിയിലെ വലിയ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ പ്രകാശഗോപുരം അത് പ്ലാൻ ചെയ്ത് അതങ്ങനെ മുന്നിൽ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിയെടുത്തയാൾ, ഒരേ സമയം വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി പണിയെടുത്തയാൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1910 ഫെബ്രുവരി 28 ഈ നാട്ടിൽ, അതായത് പൊന്നാനിയിൽ ഒരു വലിയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കുന്നു. വളരെ പ്രഗത്ഭരായ നേതാക്കൾ, പണ്ഡിതന്മാർ, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, കളക്ടർമാർ എല്ലാവരും വന്നു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്മേളനം 1910. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ആ വിദ്യാഭ്യാസ സമ്മേളനം കൊണ്ടൊരു സമുദായത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി അതിന് പണിയെടുത്തയാളാണ് മഹാനായ ആറ്റക്കോയ തങ്ങൾ. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്ന കാലത്ത് ഒരു സമുദായത്തിന്റെ നവോത്ഥാനത്തിന് ആവശ്യമാണ് വിദ്യാഭ്യാസം എന്ന് ദീർഘദർശനം ചെയ്തുകൊണ്ട് ആ രീതിയിൽ അന്നു തന്നെ ഒരു വലിയ വിദ്യാഭ്യാസ സമ്മേളനം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രമാണിമാരെയും കൂടിയിരുത്തി അവരുടെ തന്നെ അധ്യക്ഷതയിൽ കൂടിച്ചേരുകയും സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്ലാൻ ആലോചിക്കുകയും ചെയ്ത മഹാൻ. വെറുതെ പോവായിരുന്നില്ല അവർ. അതാണ് ഈ കുടുംബങ്ങളുടെ ഒക്കെ പ്രത്യേകത. ഞാൻ പറഞ്ഞ പോലെ പാണക്കാട് കുടുംബം, മഹാന്മാരായ പിന്നെ ബാഫഖി കുടുംബം,
എല്ലാ കുടുംബത്തിൻ്റെയും ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമൂഹങ്ങളുടെ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്തു കൊടുക്കുക എന്നതായി. അതുകൊണ്ട് മഹാനായ ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങളുടെ ജീവിതത്തിൽ എമ്പാടും കാണാൻ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതാപി പൊന്നാനിയിലെ വലിയ ജാരം എന്ന് പറയുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഇദ്രോസിയുടെ അവരുടെ മഖ്ബറയുള്ള ആ വലിയ ജാരം, അതിനോടൊപ്പം അവിടെ നിന്ന് ആ പൊന്നാനി കേന്ദ്രമാക്കി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിന്റെ സാമൂഹിക ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്ന മഹാരഥന്മാർ, ഒരു സമയത്തെ മജിസ്ട്രേറ്റ്, ഒരു സമയത്തെ മധ്യസ്ഥൻ. അദ്ദേഹത്തിന്റെ സഭയിലെ പ്രമാണിയായിരുന്ന കുട്ടി ഹസൻ എന്ന് പറയുന്നയാൾക്ക് ബ്രിട്ടീഷുകാർ തന്നെ ഏൽപ്പിച്ചു കൊടുത്തൊരു ഓണറബിൾ മജിസ്ട്രേറ്റ് പദവിയുണ്ട്. അതായത് ആദരപൂർവ്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ തീരാത്തൊരു പ്രശ്നവുമില്ലാത്ത വിധം ആ സഭയിൽ വച്ച് മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ, അവരുടെ സാന്നിധ്യത്തിൽ, അവരുടെ മധ്യസ്ഥതയിൽ ഈ നാടിന്റെ പ്രശ്നങ്ങൾ മുഴുവനും രമ്യമായി പരിഹരിക്കപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയ നീചജാതിക്കാരായ മനുഷ്യർ. പക്ഷേ ഈ നാട്ടിലെ ഭരണ സംവിധാനത്തിന്റെ, തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിന്റെ കൂടെ അതിന്റെ പ്രസിഡന്റാക്കാൻ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഹീനജാതിക്കാരനായ, താഴ്ന്ന ജാതിക്കാരനായ മനുഷ്യനെ തെരഞ്ഞെടുത്തിട്ട് അയാൾക്ക് സ്വീകരണം കൊടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാലത്ത് കാണണോ? അത് മഹാനായ സയ്യിദ് ഖാൻ സാഹിബ് ആറ്റക്കോയ തങ്ങളുടെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഈ പറയപ്പെടുന്നവരുടെ ഒരു വലിയ പ്രത്യേകതയാണ്. എല്ലാ ജന്മിത്വത്തിനും എതിരായിട്ടുള്ള പോരാട്ടം മഹാന്മാരായ സയ്യിദുമാരുടെ വലിയ പ്രത്യേകതയാണ്. മഹാനായ മമ്പുറന്തങ്ങൾ കപ്രക്കാട്ട കൃഷ്ണൻ പണിക്കർ എന്ന് പറയുന്ന പ്രഗത്ഭനായ ജന്മി, അദ്ദേഹത്തിന്റെ ജോലിക്കാരിയായിരുന്ന സഹോദരി മുസ്ലിമാവുകയും ഇസ്ലാമിക വേഷം ധരിക്കുകയും ചെയ്തിട്ട് ചെന്നപ്പോഴാണ് അതിനെതിരായി വളരെ ശക്തമായ അർത്ഥത്തിൽ അവരുടെ വസ്ത്രം തന്നെ കീറിക്കളയുകയും അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് മഹാന്മാരായ യോദ്ധാക്കളെ ജന്മിത്വത്തിനെതിരായിട്ട് ശക്തമായ ഒരു പോരാട്ടം നടത്താൻ വേണ്ടി വിട്ട ഒരു ചരിത്ര മുഹൂർത്തമാണ് നമ്മൾ കാണുന്ന ചേറൂർ കലാപം. മമ്പുറന്തങ്ങൾ അങ്ങനെ ചെയ്തതാണ്. എന്തിനാ മമ്പുറന്തങ്ങൾ ചെയ്തത്? ഈ നാട്ടിലെ താഴേക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൂടി, അവർക്ക് കൂടി അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കണം എന്ന ചിന്ത മഹാനായ മമ്പുറന്തങ്ങളെ ആ രീതിയിൽ, അത് പരിശുദ്ധ റസൂലിന്റെ, പരിശുദ്ധ ദീനിന്റെ പ്രത്യേകത എന്ന നിലക്കു തന്നെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും കൂടെ ജീവിച്ചു അവർ. കാരണം ഈ ദീനിന്റെ വലിയ പ്രത്യേകത അതാണ്. സയ്യിദുനാ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ ജീവിച്ചു പോകുന്ന, അത്രമേൽ പാരതന്ത്ര്യത്തിൽ ജീവിച്ച മഹാനാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സ്ഥാനം കൊടുക്കുന്നു. ഒരിക്കൽ ഇങ്ങനെ പോലും കാണാം, അബൂ സുഫിയാൻ ഇങ്ങനെ പോകുമ്പോ ബിലാലും അതുപോലെ തന്നെ അമ്മാർ ഇബ്നു യാസിറും റളിയല്ലാഹു തആല അൻഹും അങ്ങനെ കുറെ പാവപ്പെട്ട സ്വഹാബാക്കൾ കൂടി നിൽക്കാൻ. അപ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞു പോയി, അബൂ സുഫിയാനാണ് പോകുന്നത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആയുധം എൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അയാളെ വകവരുത്തുമായിരുന്നു എന്ന് പറഞ്ഞു പോയി. അത് കേട്ടുവന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ ചിന്തിച്ചു പോയി, ആരാണ് ഈ ബിലാൽ? ഒരിക്കൽ ഭീകരനായ യജമാനന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അതിന്റെ ഭീകരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നേരത്ത് അഹദുൻ അഹദുൻ എന്നു തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്ന സയ്യിദുനാ ബിലാൽ, മാറ്റിപ്പറയടാ ബിലാൽ, നിന്റെ ഈ വർത്തമാനം എന്ന് പറയുമ്പോഴും അതേ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല. ആ ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഉമയ്യത്ത് അഴിച്ചുവിടുമ്പോ മരിച്ചു പോകുമോ എന്ന് ഭയന്നു പോകുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നുണ്ട്, ബിലാൽ ഭീകരമായി മർദ്ദിക്കപ്പെടുകയാണ്. അബൂബക്കർ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കൂ എന്ന് പറയുമ്പോ തന്റെ സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ചാക്കിൽ അഴിച്ചിട്ട് കൊടുത്തിട്ട് ഈ മനുഷ്യനെ നിങ്ങൾ മോചിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോയി.
ഒരിക്കൽ അടിമയായിരുന്ന ഈ ബിലാൽ ഇപ്പോൾ ഈ മക്കയിലെ പ്രഗത്ഭരായ ഖുറൈശി പ്രമാണിമാർക്ക് നേതാവായി നിൽക്കുന്ന അബൂ സുഫിയാനു നേരെ കൈ ചൂണ്ടുകയോ? അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഉള്ളടങ്ങുന്ന ആ പാവപ്പെട്ട സ്വഹാബാക്കളോട് ദേഷ്യം പിടിച്ചിട്ട് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, ഞാൻ ബിലാലിനോടും അമ്മാറിനോടും ദേഷ്യം പിടിച്ചു പോയി എന്ന്. അത് കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഇൻ അഗ്ലബ്തഹും ലഖദ് അഗ്ലബ്ത റബ്ബക. അവിടെയാണ് ലഇൻ അഗ്ലബ്തഹും ലഖദ് അഗ്ലബ്ത റബ്ബക. നിങ്ങൾ ആരോടാ ദേഷ്യം പിടിച്ചത്? നിങ്ങൾ ബിലാലിനോടും അമ്മാറിനോടുമാണ് ദേഷ്യം പിടിച്ചതെങ്കിൽ ലഖദ് അഗ്ലബ്ത റബ്ബക, നിങ്ങൾ ദേഷ്യം പിടിച്ചത് പടച്ച തമ്പുരാനോടാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ കൂടെ നടന്നു മുഹമ്മദ് മുസ്തഫ. ഏറ്റവും പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കാൻ പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ. നബിയേ, പ്രഭാത പ്രദോഷങ്ങളിൽ മറ്റൊന്നും കാണാതെ റബ്ബിനെ മാത്രം ആലോചിച്ചിരിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ കൂടെ നടക്കുക. അതുകൊണ്ട് തന്നെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ദേഷ്യം പിടിച്ചു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ഏത് അബൂബക്കറിനോടാണ്? നിങ്ങൾ ആലോചിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുമ്പോൾ റയ്യാന്റെ കവാടത്തെ കുറിച്ച് പറയുമ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്, റയ്യാൻ, നോമ്പുകാരന് കടന്നു പോകാൻ മലക്കുകൾ സ്വാഗതം ചെയ്യുന്ന റയ്യാൻ. ആ കവാടത്തെ കുറിച്ച് പറയുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, നബിയെ, ഈ അബൂബക്കർ ഏതു കവാടത്തിലൂടെയായും ആകും സ്വാഗതം ചെയ്യപ്പെടുക? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അബൂബക്കർ എല്ലാ കവാടങ്ങളും സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും പ്രിയപ്പെട്ട അബൂബക്കർ താങ്കൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാൻ മലക്കുകൾ മത്സരിക്കുന്നുണ്ടാകുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ് ബിലാൽ ഇബ്നു റബാഹിനു നേരെ ഒരു വർത്തമാനം പറഞ്ഞപ്പോ പരിശുദ്ധ റസൂൽ പറഞ്ഞത്, ലഇൻ അഗ്ലബ്തഹും ലഖദ് അഗ്ലബ്ത റബ്ബക. അബൂബക്കർ, ബിലാലിനോട് ദേഷ്യം പിടിച്ചോ? പടച്ചോനോട് ദേഷ്യം പിടിച്ചു. ആ സന്ദർഭത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആൻ വന്നത്. فإذا جاءك الذين يؤمنون بآياتنا فقل سلام عليكم. ഒരു പറ്റം സത്യവിശ്വാസികൾ നബിയെ അങ്ങയുടെ മുമ്പിലെത്തിയാൽ അവരെ കാണുമ്പോഴേക്കും നബിയെ അങ്ങോട്ട് സലാം ചൊല്ലിക്കോളണം. റസൂൽ തന്നെ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, ഞാൻ അങ്ങോട്ട് സലാം ചെല്ലാൻ എന്നോട് കൽപ്പിക്കപ്പെടാൻ കഴിയും വിധം ഒരു പറ്റം ആളുകളെ എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നല്ലോ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആരെക്കുറിച്ചാണ്? ഈ പറയപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയാൻ കാരണം. ഏതു കാലത്തെയും പ്രബോധക സമൂഹത്തിലെ ഈ മഹാരഥന്മാരായ സാദാത്യങ്ങളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർ ഈ പാവപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്നു നടന്നു. ഈ നാട്ടിൽ വരുമ്പോ ഈ നാട്ടിലെ ദളിത് വിഭാഗത്തിന്റെ കൂടെ, ഈ നാട്ടിലെ മറ്റു വിഭാഗം ആളുകളുടെ കൂടെ, എല്ലാവരുടെയും കൂടെ. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഒരു ഫോട്ടോ പത്രത്തിൽ കണ്ടു. അഭിനന്ദനായ സ്വാലിഹ് തങ്ങൾ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരന്മാർ വന്ന് നിൽക്കുന്നു, അവർക്ക് സംഭാവന കൊടുക്കുന്നു. ഇവിടെ വന്നിട്ട് വേണം മറ്റെവിടെയും പോകാനെന്ന് തീരുമാനിക്കുന്ന വിധം ഈ നാടിന്റെ സൗഹാർദ്ദങ്ങളുടെ പെരുമ അത് അതേപോലെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കുടുംബം. മമ്പുറന്തങ്ങൾ ചെയ്തതാണ്, പണക്കാട്ട് തങ്ങന്മാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും അതാണ്. എന്തൊക്കെ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അവർ ഈ സമൂഹങ്ങളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടുണ്ടായിത്തീരുന്ന അതിൻ്റെ വലിയ ഫലം അത് അനുഭവിക്കേണ്ടത് മുസ്ലിം ഉമ്മത്താണ്. അതിൻ്റെ നന്മ അനുഭവിക്കുന്നത് മുസ്ലിം ഉമ്മത്താണ്. കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായിത്തീരാവുന്ന സംഘർഷഭരിതമായ കാലത്ത് അതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ മഹാന്മാരായ ഈ സൂഫി വര്യന്മാർക്ക്, ഇത്തരത്തിലുള്ള സാദാത്യങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഏത് വലിയ പ്രകോപനങ്ങളുടെ കാലത്തും അതാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി എല്ലാ ആയുധങ്ങളും മൂർച്ചകൂട്ടി നിൽക്കുമ്പോൾ മഹാനായ എംബിച്ചി തങ്ങൾ, ഒരു കാലഘട്ടത്തിലെ ഹൈദ്രോസി പാരമ്പര്യത്തിന്റെ കാരണവർ, തൻ്റെ മകളുടെ കല്യാണ ദിവസത്തിലേക്ക് ആളുകളെ, ആ വലിയ ക്രൂദ്ധമായി നിൽക്കുന്ന യോദ്ധാക്കളെ കൊണ്ടുപോയി അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ച് അവർക്ക് സംയമനത്തിന്റെ പാഠം പഠിപ്പിച്ചു കൊടുത്തു മഹാനായ സാദ് സയ്യിദ്. ഇത് ചില സമയത്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ വലിയ വിഹ്വലമായ ഒരു അവസ്ഥയുടെ മുമ്പിൽ ഇവരൊന്ന് പറഞ്ഞു വച്ചാൽ മതി,
ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ ഭീകരമായ ഒരു അവസ്ഥയുടെ മുമ്പിൽ നിന്ന് സംയമനം എന്ന വാക്കുച്ചരിച്ചത് മഹാനായ പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അത് ചിലപ്പോഴൊക്കെ ഈ വലിയ ഉപ്പാപ്പായുടെ പ്രത്യേകതയാണ്. ഹുദൈബിയയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ വിജൃംഭിതരാണ് സ്വഹാബാക്കൾ. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, സുഹൈൽ ഇബ്നു അംറാണ് മറുഭാഗത്ത്. സുഹൈൽ ഇബ്നു അംർ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇല്ല, ഇപ്പോ ഈ വർഷം മക്കത്തു ഷരീഫയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾ അനുവാദം തരൂല. നല്ല പ്രസംഗകനാണ് സുഹൈൽ ഇബ്നു അംർ. അത് കേട്ടപ്പോൾ റസൂൽ അടുത്ത് ചെന്നിട്ട് സുഹൈലിനോട് പറയാൻ, എന്തൊരു നല്ല പദം, എന്തൊരു മനോഹരമായ നാമധേയം. ഒരു നേതാവ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ അന്വയിപ്പിക്കുന്ന രീതി കണ്ടോ? എന്തൊരു നല്ല നാമധേയം സുഹൈൽ. മംഗളകരമായ ഒരു പദപ്രയോഗമാണ് സുഹൈൽ. അതുകൊണ്ട് സുഹൈൽ, ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നത് നിങ്ങൾ എന്തു പറഞ്ഞാലും അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് പുണ്യനബി പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖിനോടാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയെ, ഇവന്റെ പ്രസംഗത്തെ, ഇവന്റെ ധിക്കാരത്തെ ഒറ്റ വാക്കുമതി നബിയെ, അങ്ങൊരു അനുവാദം നൽകിയാൽ ഇവന്റെ പല്ല് കൊഴിച്ചു താഴെയിടാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത് കേട്ടപ്പോഴും റസൂലുള്ളാഹി ചിരിച്ചിട്ട് പറഞ്ഞു, ഉമർ, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലാഹു എന്നെ കൈവടിയില്ലെന്ന ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഉമറേ, ഈ സുഹൈൽ ഇബ്നു അംറിനെ തന്നെയും നാളെ ആ പ്രസംഗത്തിന് നാളെ ഈ സമുദായം കാതോർത്തു നിൽക്കേണ്ടി വരുന്ന വിധം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തെ കൊണ്ട് ഉപകാരമുണ്ടാക്കിയാലോ? എന്തൊരു ചോദ്യാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ചരിത്രത്തിലെ വല്ലാത്ത രണ്ട് പ്രസംഗങ്ങൾ. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുമ്പോൾ രണ്ട് പ്രസംഗങ്ങൾ. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ കയ്യിലിരിക്കുന്ന വാൾ ഉയർത്തിപ്പിടിച്ചിട്ടാണ് പറയുന്നത്, ഹബീബ് വഫാത്തായോ, അങ്ങനെ പറയാൻ ആരെങ്കിലും ധൈര്യം കാണിച്ചോ, ഞാൻ അവന്റെ കഴുത്ത് വെട്ടിയെടുക്കും. അപ്പോ ആ നിമിഷങ്ങളൊന്നും കാണാത്ത പോലെ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തു ചെന്ന് ആ പരിശുദ്ധ മുഖം ചുംബിച്ചിട്ട്, അങ്ങ് ജീവിക്കുമ്പോഴും സുഗന്ധം, അങ്ങ് വഫാത്തായപ്പോഴും സുഗന്ധം എന്ന് പറഞ്ഞ് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫ ഇമ്മാ തഅഖുതിലൻ ഖലബതും അലാ അഖാബികും. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ പ്രവാചകന്മാരും കടന്നുപോയതാണ്, ഈ പ്രവാചകരും കടന്നുപോകും എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോഴാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സ്ഥലകാല ബോധത്തിലേക്ക് തിരിച്ചു വന്നത്, ഹബീബ് വഫാത്തായി എന്ന ബോധ്യത്തിലേക്ക് വന്നത്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, സിദ്ദീഖ് അത് പറയുമ്പോ, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോ ഞാൻ വിയർത്തൊലിച്ചിട്ട് തളർന്നവശനായി, എന്റെ സപ്തനാഡികളും തളർന്ന് ഞാൻ അവിടെ കുത്തിയിരുന്നു പോയി. ഹബീബ് വഫാത്തായി എന്ന വസ്തുതയെ അംഗീകരിക്കാൻ അതുവരെ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്ന് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മക്കയിലും അതേ പ്രസംഗം നടന്നു. ആ പ്രസംഗത്തിന്റെ നായകൻ സയ്യിദുനാ സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. നോക്കണം. എന്നാൽ ഈ ഹുദൈബിയയിൽ വിജൃംഭിതരായി നിൽക്കുന്ന മഹാന്മാരായ സ്വഹാബാക്കളോട്, സുഹൈലിന്റെ പ്രസംഗത്തിനെതിരായി നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് സുഹൈലിന്റെ പ്രസംഗത്തെയും അതോടൊപ്പം തന്നെ അവർ ആവശ്യപ്പെട്ട പ്രകാരം സന്ധി ചെയ്യാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ എഴുതാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്ന നേരത്ത് വയ്യ നബിയെ എന്ന് പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബിനോടും റളിയല്ലാഹു തആല അൻഹുമാ, ഈ രണ്ടു ചെറുപ്പക്കാരോടും ഏറ്റവും വശ്യമധുരമായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, ഉമർ, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്. സമാധാനത്തോടെ തിരിച്ചു പോകണം, സമാധാനത്തോടെ തിരിച്ചു പോകണം. അതാ പരമ്പരയിൽ ഇങ്ങനെ കാണാം. ഏത് ക്രൂദ്ധമായ അവസ്ഥയിലും ഒരു സമൂഹം ഭീകരമാം വിധം വലിയ അപകടത്തിലേക്കാണ് ഇവർ പോകുന്നതെന്ന് കാണുമ്പോൾ അരുതേന്ന് പറയാൻ കഴിഞ്ഞിട്ടുള്ള കുടുംബം, പരിശുദ്ധ കുടുംബം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ രക്തത്തിൽ പിറന്ന കുടുംബത്തിന്റെ പ്രത്യേകതയായി നമുക്ക് കാണാം. അതാണ് ഞാൻ ഈ പറഞ്ഞ സന്ദർഭത്തിലും കണ്ടത്. അതാണ് 992 ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ മുമ്പിലും നമ്മൾ കണ്ടത്. അരുതെന്ന് പറയാൻ അന്നത്തെ വിഹ്വലമായ നിമിഷങ്ങളുടെ മുമ്പിൽ പാണക്കാട്ടെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നബറല്ലാഹു മർഖദ.
ഇതൊന്നും ഞാൻ മറക്കാതെ പറയുന്നത് ഇത് ഈ സമൂഹത്തിൻ്റെ കൂടെ നടന്ന മനുഷ്യന്മാരുടെ ജീവിതം പറയാനാണ്. അതാണ് ഇവിടെയും നമ്മൾ കണ്ടത്. തൻ്റെ മകളുടെ നിക്കാഹും അതിൻ്റെ സൽക്കാരവും നടക്കുന്നു. അവിടേക്ക് വലിയ ഈ യോദ്ധാക്കളെ മുഴുവൻ വിളിച്ചു കൊണ്ടുപോയി അവരുടെ ആയുധങ്ങൾ താഴെ വപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു വലിയ നയതന്ത്രജ്ഞത, അതായത് ഏത് വലിയ യുദ്ധത്തിന്റെ മുന്നിലേക്കും അങ്ങനെ ഈയാമ്പാറ്റകളെ പോലെ ചാടി അവസാനിച്ചു പോകാമായിരുന്ന ഈ സമുദായത്തിലെ പ്രഗത്ഭരായ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് നയതന്ത്രപരം എന്ന് പറയാനാകും. അത്ര വലിയ ഡിപ്ലോമാറ്റിസം, ആ ഡിപ്ലോമാറ്റിക് വേ അത് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാനായ തങ്ങൾ അങ്ങനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തൻ്റെ മകളുടെ നിക്കാഹുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണം കൊടുത്ത് അവരെ സമന്വയിപ്പിച്ചും സമചിത്തതയോടെയും തിരിച്ചുവിടാൻ അവർ തയ്യാറായത്. അതൊക്കെ എന്തിനാ? ചിലതൊക്കെ വലിയ യുദ്ധവും കുഴപ്പമുണ്ടായാൽ മാത്രം അതോടെ അവസാനിച്ചു പോകൂല. ഈ കുടുംബം ചെയ്ത പണി ഞാൻ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാരുമായി അടുത്തുനിന്ന്, എന്നാൽ സമുദായത്തിന്റെ എല്ലാ അവകാശങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതെല്ലാം നേടിക്കൊടുത്തുകൊണ്ട് അവരെ വിദ്യാഭ്യാസപരമായ അർത്ഥത്തിലേക്ക് പുരോഗമിപ്പിക്കാൻ ആവശ്യമായത് ചെയ്തു. അതുകൊണ്ടാണ് 1910 വിദ്യാഭ്യാസ സമ്മേളനം പോലും ഈ കുടുംബം നേതൃത്വം കൊടുത്തത്. നോക്കൂ, വിദ്യാഭ്യാസ സമ്മേളനം, മതപരമായിട്ടുള്ള അതിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റം, അതോടൊപ്പം തന്നെ ലൗകികമായ വിദ്യാഭ്യാസം. നോക്കൂ, അതെല്ലാം വേണം എന്ന് പറയുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു ജനതയെ വെറുതെ നശീകരണത്തിന് വിധേയമാക്കിയില്ല. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലും ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ചവച്ചു തുപ്പുന്ന വിധം ബ്രിട്ടീഷുകാർ ഈ നാടിനെ ചവിട്ടിത്തേച്ച് ഈ നാട്ടിലെ മനുഷ്യരെ നിരന്തരമായി മർദ്ദിക്കുകയും ചെയ്ത കാലം നിങ്ങളിപ്പോ പലസ്തീനിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് പോലെ അത്രക്ക് ഭീകരമായ മർദ്ദനങ്ങൾ ചെയ്ത കാലം. ആ കാലത്താണ് ഈ ജനതയെ ഒന്ന് പരിവർത്തനത്തിന് വിധേയമാക്കണം. അതിനെ അവരെ സംഘടിപ്പിക്കുകയും എന്നിട്ട് അവരെ ഈ പറയപ്പെടുന്ന ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും വഴിയെ അവരെ കൊണ്ടുപോവുകയും ചെയ്തു. മഹാനായ കോഴിക്കോട് ഖാദി വന്ദ്യരായ മുഹമ്മദ് കോയ തങ്ങൾ ജമുലൈലി നമ്മുടെ ഈ സദസ്സിലേക്ക് വരുന്നു. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അതായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. അതിനാരാ നേതൃത്വം കൊടുത്തത്? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. എന്താ ഞാൻ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയാൻ കാരണം, അതിന്റെ ധിഷണ പാങ്ങിൽ ഉസ്താദാണ്, അതിന്റെ നേതൃത്വം വരക്കൽ മുല്ലക്കോയത്തങ്ങളാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങളെയും കൊണ്ടുവന്ന് പണ്ഡിതന്മാരെ സംഘടിപ്പിച്ച് ഈ ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അവരെ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കിയില്ലെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ചാടി പരാജിതരായി പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന ബോധ്യത്തോടുകൂടെ അവരെ വലിയൊരു മാറ്റത്തിന് വിധേയമാക്കി 1926. എന്തിനാണത്? ആ ഘട്ടത്തെ മാറ്റൽ അനിവാര്യമായിരുന്നു എന്ന ബോധ്യം മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ അവർക്കുണ്ടായിരുന്നു. അവരുടെ ശിഷ്യൻ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് അവർ തന്നെ പറഞ്ഞു കൊടുത്തതും മനസ്സിലാക്കി കൊടുത്തതുമായിട്ടുള്ള മറ്റൊരു ദീർഘദർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തുടക്കമിട്ടു. നോക്കണം, ഇതൊക്കെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇവരൊക്കെ ഒഴുകിപ്പോകുന്ന ഈ കാലപ്രവാഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഇവരെല്ലാം ചെയ്തു വെച്ച നന്മയുടെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. മഅൂനത്തുൽ ഇസ്ലാം സഭ സ്ഥാപിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഒരു വിദ്യാഭ്യാസ വിപ്ലവമുണ്ട്. വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അവിടെ ഒരു വിദ്യാഭ്യാസ വിപ്ലവമുണ്ട്. ഈ ജനതയുടെ മുന്നേറ്റാണ് അവർ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അന്നത്തെ ഗവൺമെന്റിനോട് നേർക്കുനേരെ പോരടിച്ചിട്ടല്ല, മറിച്ച് ആ ഗവൺമെന്റിൽ നിന്ന് തന്നെയും കിട്ടാവുന്നതെല്ലാം സമുദായത്തിന് വകവെച്ച് കൊടുത്തുകൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അതാണ് ഈ നേതൃത്വത്തിന്റെ ഗരിമയും ഈ നേതൃത്വത്തിന്റെ പ്രത്യേകതയും. ആ കുടുംബ മഹിമകളാണ് ആ അർത്ഥത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിച്ചത്. എല്ലാ നാട്ടിലെയും വലിയ വലിയ സൂഫികളെ ഒക്കെ നോക്കിയാൽ നമുക്കത് കാണാം. അവർ മനുഷ്യരെ ചേർത്ത് പിടിച്ചവരാണ്. അവിടെ ഹിന്ദു, അവിടെ മുസ്ലിം, അവിടെ ക്രിസ്ത്യൻ, അവിടെയുള്ള എല്ലാ വിഭാഗം ജാതിയിൽപ്പെട്ടവരും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെ ഓർത്തുകൊണ്ടാണ് ഈ സദസ്സ് തുടങ്ങിയത്. കൊണ്ട് തന്നെ പറയാം, ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രഭാവത്തിലെ
ഇത്രമേൽ ചേർത്തുപിടിക്കലുകളുടെ ഒരു ചരിത്രം പറയാൻ ഷെയ്ഖ് മുഈനുദ്ദീൻ അൽ ചിശ്തി തങ്ങളെ കൂടാതെ മറ്റാർക്ക് സാധിക്കും? ഇന്ത്യയുടെ ഇസ്ലാമിന്റെ പ്രഭാവം അതും ഈ പരിശുദ്ധമായ കുടുംബത്തിൽ നിന്നാണ്. ഈ പരിശുദ്ധ റസൂലിന്റെ വിശുദ്ധമായ പാരമ്പര്യത്തിലെ ഒരു സൂനം മഹാനായ ഷെയ്ഖ് മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്താ ചെയ്തത്? ആ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടുന്ന പർണശാല എന്ന് പറയുന്നത് ചിശ്തി മശായിഖുമാരുടെ പർണശാലയായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ടായി. അവിടെ ഹിന്ദുക്കൾ വന്നു. ഇന്ത്യയിലെ പ്രഗത്ഭനായ പാട്ടുകാരനായി അന്നറിയപ്പെട്ട ടാൻസൻ അന്ന് മഹാനായ ചിശ്തി തങ്ങളുടെ പർണശാലയിൽ വന്നിരുന്നു. ഇതാ ഈ കുടുംബത്തിലെ ഐദ്രോസി പരമ്പരയിലെ പ്രപിതാക്കളുടെ കൂടെ KJ യേശുദാസും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ യാദൃശ്ചികമായ ചരിത്രത്തെ ഇങ്ങനെ ചേർത്തു പോകാൻ. ടാൻസൻ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിൽ യേശുദാസ് പറയുന്നു, ഈ കുടുംബം ചെയ്തു വെച്ച സഹായങ്ങളുടെ നന്മകളുടെ കഥ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കേരളത്തിന്റെ പ്രഗത്ഭനായ ഗായകൻ പറയാൻ ഈ കുടുംബവുമായിട്ടായിരുന്ന ബന്ധം. ഇന്ത്യയുടെ പ്രഗത്ഭനായ ഗായകന്റെ ചരിത്രം പറയാൻ ടാൻസൻ മഹാനായ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തന്റെ മക്കളെ കൊണ്ടുവന്ന് പാടിച്ചിരുന്നു. എന്തിനാ? ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തെടുക്കാൻ. നമ്മൾ ചിലർക്കത് അറിയില്ലെങ്കിലും അങ്ങനെ ഒരു മനുഷ്യൻ അറിയാമായിരുന്നു. ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ പാടിയാൽ എൻ്റെ മക്കൾക്ക് ഭൗതികമായി അങ്ങനെ പാടാനുള്ളതും അതുപോലെയുള്ള തൗഫീഖാത്തുകളും ഉണ്ടാകും എന്നറിഞ്ഞിരുന്നു. അതുകൊണ്ടോ ഇന്ത്യയിലെ ഈ പർണശാലയിൽ നിന്ന് പാടിയവരെ കുറിച്ച് പ്രഗത്ഭനായ ചരിത്രകാരൻ പറഞ്ഞു, the continued devotion of the musician to the Sufis, especially to Chishti Sufis, stimulated the system of Hindustani music. ഹിന്ദുസ്ഥാനി സംഗീതം ഇന്ത്യയുടെ ഭാഷാ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഹിന്ദുസ്ഥാനി. ഇന്ത്യയുടെ സംഗീത സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഹിന്ദുസ്ഥാനി. ആ ഹിന്ദുസ്ഥാനി ഇന്ത്യയിൽ ഒരു നിലാമഴ പോലെ പെയ്തിറങ്ങാൻ പ്രധാന കാരണം ചിശ്തി മശായിഖുമാരുടെ പർണശാലകളായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ഞാനിത് പറയുന്നത് എല്ലാവരെയും ചേർത്ത് പിടിച്ചു. ഇവർ ആ ചേർത്ത് പിടിക്കലുകൾ ഇവിടെ നോക്കൂ. വളരെ പ്രഗത്ഭരായ ഒരുപാട് മഹത്തുക്കൾ ഇവിടെ മഹാനായ തങ്ങൾ സൂചിപ്പിച്ച പോലെ മഹാനായ അബൂബക്കർ വമ്പന് ഭരണമായിരുന്നു. ഞങ്ങളുടെ നാടിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു. തോട്ടുമുഖം, ഇപ്പൊ കൊച്ചി എന്ന് പറയുമ്പോൾ തോട്ടുമുഖത്താണ് അവരുടെ സാന്നിധ്യം. വലിയ മഹാൻ, റിഫായി ത്വരീഖത്തിലെ വലിയ മഹാൻ. സാധാരണ ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ പറയാറുണ്ട്, കത്തിച്ച കത്തും വമ്പ് എന്നാണ്. അത്ര വലിയ വമ്പനായിരുന്നു മഹാനായ ഷെയ്ഖ് അസ്സയ്യിദ് അബൂബക്കർ വമ്പ് എന്ന് പറയുന്ന മഹാൻ. ഈ കുടുംബത്തിലെ അങ്ങനെ നാനാഭാഗത്ത് നിൽക്കുന്ന വലിയ വലിയ മഹാരഥന്മാർ. അതുകൊണ്ട് അവരെ സ്നേഹിക്കാനും അവരെ ഇഷ്ടപ്പെടാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മവദ്ദത്ത് പ്രധാനമാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരുടെ ഹൃദയങ്ങളെ അടുപ്പിച്ചു കൊടുക്കും. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. മവദ്ദത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ വിശ്വസിക്കുകയും അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ആ മനുഷ്യർക്ക് അർ-റഹ്മാൻ കാരുണ്യവാനായ തമ്പുരാൻ ആ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക്, അവരുടെ ഇഷ്ടങ്ങളിലേക്ക് മറ്റുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളെ ചേർത്തങ്ങ് വെച്ചു കൊടുക്കും. അപ്പോൾ ആളുകളുടെ മവദ്ദത്ത് മുഴുവൻ അങ്ങോട്ട് പോകും. എന്തേ ഇവരെ സ്നേഹിക്കണമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തോന്നും ഇവരെ സ്നേഹിക്കണം എന്ന് ആരോടും പറയാതെ തന്നെ ആളുകൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സ്നേഹത്തിന് സ്വയം പാത്രീഭൂതമാവാൻ കാരണം സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് ആ മവദ്ദത്ത്, ആളുകളുടെ മവദ്ദത്ത് അങ്ങോട്ട് കൊടുത്തതാണ്. അല്ലാഹു അതിനുള്ള ആ മവദ്ദത്തിൽ ചേരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ ഈ ഭാഷണം അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമിനായ റബ്ബ് ഇവിടെ കൂടുന്നതും ഇവിടെ പ്രസംഗിക്കുന്നതും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആദരമായി കണക്കാക്കിക്കൊണ്ട് ഇവിടെ നിന്ന സമയമത്രയും നാളെ ഹബീബിനെ കുറിച്ച് പറഞ്ഞ, അവിടുത്തെ പരിശുദ്ധ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ ആ കൂലിയിൽ നാളെ ഹബീബിൻ്റെ ചാര ചേരാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.